ഞങ്ങളെ അൽഫാം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാറില്ല, കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ തിരക്കിലായിപ്പോയി, പിന്നീട് പറയാം. അപ്പോൾ ചിക്കൻ നല്ല റേറ്റ് കുറവുണ്ട്, അപ്പോൾ ഞങ്ങൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അൽഫാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് അറിയില്ല, അറിയുന്ന പോലെയൊക്കെ ഉണ്ടാക്കി വിചാരിച്ചു. ഗ്രില്ലൊന്നുമില്ല, ചെറിയൊരു പീസ് കമ്പി കിട്ടിയില്ല, അപ്പോൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ ചാർക്കോൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ, കൽക്കരി. അപ്പോൾ അതും കൂടി വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ വെന്തിട്ടില്ലെങ്കിലോ എന്നൊരു ഡൗട്ട് ഞങ്ങൾക്ക്, എങ്ങനെ അറിയില്ലല്ലോ, ആദ്യമായിട്ടല്ലേ ചെയ്യണം. അപ്പം ഞങ്ങളിതൊന്ന് ആദ്യം ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആവി കയറ്റിയെടുത്ത ശേഷം മസാല പുരട്ടി വയ്ക്കാൻ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ ഫസ്റ്റ്. അപ്പം ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇഡ്ഡലി ചെമ്പ് ഇതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ആവിയായിട്ട്. ഇപ്പം നമ്മൾ മസാല ഒന്നും തേച്ചിട്ടില്ല കേട്ടോ. ഇതൊന്ന് നമുക്കൊരു 5-10 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അൽഫാം ഉണ്ടാക്കാനുള്ള ചിക്കൻ നമ്മളിതാ ഇഡ്ഡലി ചെമ്പിലൊന്ന് 5-6 മിനിറ്റ് ആവി കയറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിതിന് മസാല ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാല പൊടിച്ചെടുക്കാം കേട്ടോ. ഇത് മസാലപ്പൊടി ഉണ്ടാക്കാനാണ്. മല്ലി ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ജീരകം പറഞ്ഞാൽ ചെറിയ ജീരകം കേട്ടോ. 2-3 കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് മണി. ഗ്രാമ്പു, ഏലക്ക, പട്ട കേട്ടോ, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മളിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. ഇനി മസാല ഉണ്ടാക്കാൻ നമ്മൾ ഒരു ചെറിയ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 കാശ്മീരി മുളകും പിന്നെ എരിവുള്ള ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തിട്ടുണ്ട്. റെഡ് ഫുഡ് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്ത് തരട്ടെ കേട്ടോ. നമ്മുടെ മസാല തട്ടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചിക്കനെല്ലാം തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മസാല ഇട്ട് കൊടുക്കാം. മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുക നന്നായിട്ട്. ചിക്കനെല്ലാം നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. ആവിയിൽ മുഴുവൻ വെന്തിട്ടില്ല, ചെറുതായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് കാണിക്കാമേ. ഇപ്പം നമ്മൾ ചിക്കനെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഇതിൽ എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല. നമുക്ക് ഗ്രില്ല് ചെയ്യുമ്പോൾ എണ്ണ ഇങ്ങനെ അടിച്ചു കൊടുക്കാം ബ്രഷ് കൊണ്ട് മേലെ. ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോവാം. അതിനെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായിട്ട് ഇനി എണ്ണ ഒഴിച്ച് കൊടുക്കാൻ. സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏലക്ക, ഗ്രാമ്പൂ, പട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് പൊട്ടി വരട്ടെ. അതിനുശേഷം നമുക്കിത് ചെറിയൊരു സവാള അരിഞ്ഞ് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് അളന്ന് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് അരിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ചോറിലേക്ക് ആവശ്യമായുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി നന്നായി തിളച്ച് വന്ന ശേഷം നമുക്ക് കഴുകിതാ ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇത് ജോക്കറാട്ട അരി. ഇതിട്ട് കൊടുക്കാം. നമ്മുടെ വെള്ളം നന്നായി വെട്ടി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം കേട്ടോ.
ഇപ്പം നമ്മുടെ അരി നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. ഇനി ഞാൻ മീഡിയം ഫ്ലെയിമിലിടാൻ പോവുകയാണേ. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അൽഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള കട്ട വെച്ചിട്ടുണ്ട് കേട്ടോ, അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ആദ്യം കുറച്ച് വിറകൊക്കെ ഇട്ട് കനലുണ്ടാക്കി അതിൻ്റെ മേലെ ഇനി ചാർക്കോൾ ഇട്ട് കൊടുക്കുകയാണേ. ഇതൊന്ന് കനലായി വന്നതിന് ശേഷം നമുക്ക് ഗ്രില്ല് വെച്ചിട്ട് അതിൻ്റെ മേലെ ചിക്കൻ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും കനലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുരട്ടി വെച്ചത് ഓരോ പീസ് നമ്മൾ വെച്ച് കൊടുക്കണേ. ഞാൻ പറഞ്ഞ ഗ്രില്ലൊന്നും ഇല്ല, ഇവിടെ കിട്ടിയതാണ് ചെറിയൊരു പീസ്. അതാ വെച്ച് കൊടുക്കുന്നത്. ഞാൻ 4 പീസ്. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ചെയ്താട്ടോ, ഓയിൽ പെരട്ടി കൊടുക്കുന്നുണ്ട്. കുറച്ച് മസാല ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പം ഞാൻ ഒന്ന് പെരട്ടി കൊടുക്കുന്നുണ്ട്. നമ്മളിത് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് എണ്ണ മറച്ചിട്ടിട്ട് അതിൻ്റെ മേലൊന്ന് എണ്ണ തൂവി കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ അൽഫാം ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഒന്നും കൂടി ചൂടിൽ നിന്നോട്ടെ കേട്ടോ. അപ്പോൾ കനൽ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒന്നും കൂടി ചൂടിൽ നിന്നോട്ടെ വിചാരിച്ചു. അങ്ങനെ നിൽക്കട്ടെ ഒരു 5 മിനിറ്റ്. ഇപ്പം നമ്മുടെ അൽഫാമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ആദ്യ അറ്റംപ്റ്റാണ്, പക്ഷേ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ അൽഫാമും നമ്മുടെ നെയ്ച്ചോറും ഇതട്ടോ അടുപ്പത്ത് കണ്ടില്ലേ. നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അണ്ടി മുന്തിരി സവാള വറുത്തൊന്നിട്ടില്ല, സിമ്പിളായിട്ടാണ് ചതച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറും അൽഫാമും റെഡി ആയത് ഞാൻ കാണിച്ചിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.